ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്, എന്തെങ്കിലും ചെറിയ അപ്ഡേറ്റ്സ് കിട്ടിയാലും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കിട്ടുന്ന കുട്ടി കുട്ടി ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, HSC റിക്രൂട്ട്മെന്റ് ഫീസ് റിലേറ്റഡ് ആയിട്ട് എന്ത് അപ്ഡേറ്റ്സ് കിട്ടിയാലും ഞാനത് വീഡിയോ ചെയ്യാറുണ്ട്. ലാസ്റ്റ് നവംബറിലാണ് നമുക്ക് HSC റിക്രൂട്ട്മെന്റ് ഫീസ് സ്റ്റാർട്ട് ചെയ്തത്. കൺസൾട്ടൻസ്, ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ്, 2023 ഗ്രാജുവേറ്റ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും ഫ്രീസാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ് ഇങ്ങോട്ട് വരാനായിട്ട് നേഴ്സായിട്ടും അതുപോലെ തന്നെ HCA ആയിട്ടൊക്കെ വരാനായിട്ട് ഇരിക്കുന്നവർക്കും അവരുടെ പ്രോസസ്സിംഗ് ഒക്കെ നന്നായിട്ട് ഡിലേ ആകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പലർക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആയവർക്ക് പോലും പിന്നീട് മെയിൽ വരികയാണ്, ഒരു ലോങ് ഡിലേ കാണും എന്ന് അറിയിച്ചുകൊണ്ട്. ചിലർക്കാണെങ്കിൽ റെസ്പോൺസ് പോലും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രീസ് എല്ലാവരെയും വളരെ മോശമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഈ ഫ്രീസ് എൻഡ് ആകുമെന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ഈ ഫ്രീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എൻഡ് ആയിട്ടില്ല, എന്നത്തേക്ക് എൻഡ് ആകുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഷോർട്ടേജ് കാരണം ഒത്തിരി പേഷ്യൻസ് ആണ് ട്രോളിയിൽ വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിമറിക്കും, കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലും, ഗാൽവേ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലും, കെറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലും, സെന്റ് വിൻസെന്റ്സ് ഹോസ്പിറ്റൽ ഡബ്ലിനും ഒക്കെ ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ റീസെന്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, റിക്രൂട്ട്മെന്റ് ഫ്രീസ് കാരണം സ്ട്രോക്ക് പേഷ്യൻസിന് അവരുടെ തെറാപ്പീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സാൾട്ട്, അതായത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം 150 സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് വരേണ്ട സ്ഥാനത്ത് വെറും 24 സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിനെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെ ഒരു വൻ ഷോർട്ടേജ് ആണ്. സോ ഈ ഒരു കാരണത്താൽ തന്നെ സ്ട്രോക്ക് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ ഡിലേ വരുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് ഫ്രീസ് എൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല യൂണിയൻസും മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.